കാടിന്റെ ഭംഗിയൊക്കെ അടുത്തറിയാനും ആസ്വദിക്കാനും പറ്റിയൊരു യാത്ര. വന്യമൃഗങ്ങളൊക്കെ യഥേഷ്ടമുള്ള കാടിന് നടുവിലൂടെ ഒഴുകുന്ന നദിയിലൂടെ ഒരു കുട്ടവഞ്ചിയിൽ നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. കേരളത്തിന്റെ ഒക്കനക്കൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ കുട്ടവഞ്ചി സഫാരിയായ പത്തനംതിട്ട ജില്ലയിലെ കോന്നി അടവി കുട്ടവഞ്ചി സഫാരി. ഒരു കുട്ടവഞ്ചിയിൽ 4 പേർക്കും ഒരു കുട്ടിക്കുമാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. 4 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 600 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് വളരെ സേഫായിട്ട് തന്നെയാണ് യാത്ര. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നതും വിവിധയിനം പക്ഷികളെയും ഇവിടെ എത്തിയാൽ കാണാൻ സാധിക്കും. റാന്നി റിസർവ് ഫോറസ്റ്റിനുള്ളിലായി ഉത്ഭവിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയായ കല്ലാർ നദിയിലൂടെ കോന്നി റിസർവനത്തിനുള്ളിലൂടെയുള്ള ഈ 30 മിനിറ്റ് യാത്ര എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. കടുത്ത വേനലിലും റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് പോലെയുള്ള അലേർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലും ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ കുട്ടവഞ്ചി സവാരി ഉണ്ടായിരിക്കുന്നതാണ്. കുട്ടവഞ്ചി സവാരി പോലെ തന്നെ ഭംഗിയുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഫോറസ്റ്റ് റോഡിനുള്ളിലൂടെയുള്ള യാത്ര. കുട്ടവഞ്ചി സവാരി സ്റ്റാർട്ടിംഗ് പോയിന്റിനടുത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയായി ഒരു ഭംഗിയുള്ള വെള്ളച്ചാട്ടവുമുണ്ട്, മണ്ണീറ വെള്ളച്ചാട്ടം. പിന്നെ കോന്നി എക്കോ ടൂറിസം സെന്ററും ഇവിടുന്ന് വെറും 14 കിലോമീറ്റർ മാത്രം അകലെയാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയുള്ള ഒരു എലിഫന്റ് മ്യൂസിയവും ആനക്കൂടും ചിൽഡ്രൻസ് പാർക്കും പിന്നെ കുറെ ആനകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഫാമിലിയായി ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള കൂടുതൽ കോണ്ടന്റ്സിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട.